ഒരു ഗോവൻ ഡിഷായ ചിക്കൻ വിന്താലു ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് റൈസിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിന്ന് ഇത് ഉണ്ടാക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ്. അപ്പോൾ തിക്നെസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചിക്കൻ വിന്താലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ചിക്കൻ വിന്താലു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോഗ്രാം വരെ ചിക്കനാണ്. അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബോണോട് കൂടിയിട്ട് തന്നെ ചിക്കൻ എടുക്കുക. ബോണോട് കൂടിയിട്ട് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കറി നല്ല ടേസ്റ്റോടെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ചേർക്കാം. ഒരു ഏലക്കായ് ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 10 കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാല അരച്ചെടുക്കും. അപ്പോൾ അരച്ചെടുക്കുന്ന മസാലയിൽ ഇതുപോലുള്ള സ്പൈസസ് ഒക്കെ കുറേ അങ്ങ് ചേർക്കരുത്. വളരെ കുറച്ച് മാത്രം ചേർക്കുക. കാരണം നമ്മളത് അരച്ചെടുക്കുന്ന സമയത്ത് വല്ലാതെ അതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു വല്ലാത്ത കുത്തുന്നൊരു രുചിയായിരിക്കും. നമുക്ക് കഴിക്കാനേ പറ്റില്ല. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന മസാലയിലൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള സ്പൈസസ് വളരെ കുറച്ച് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 8 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം ചേർക്കാം. 1 ടീസ്പൂൺ വരെ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. കൂടുതൽ സമയം റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട, നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇതുപോലെ ഇളക്കി നന്നായിട്ട് എല്ലാ സാധനങ്ങളും ഇതിലിട്ടിരിക്കുന്ന എല്ലാ ചേരുവകളും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ 2-3 കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ചൂടാക്കി വെച്ച മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. മുഴുവൻ വറ്റൽമുളകും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗളിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഉണ്ടാവും നമ്മൾ പുളി പിഴിഞ്ഞെടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വലിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറ് ചെറുതായിട്ട് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. സവാള കഴിയുന്നതും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കട്ടി കിട്ടും. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. അതായത് ഉള്ളിയുടെ പേസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. അതും നല്ല എളുപ്പമാണ് അതുപോലെ ചെയ്യുകയാണെങ്കിലും. അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ചിക്കനും സവാളയും ഉപ്പും ഒക്കെ ഒരുമിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളറാകുന്നത് വരെ വഴറ്റുക. 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ചിക്കൻ നല്ല വൈറ്റ് കളറായിട്ട് കിട്ടും. ചിക്കൻ്റെ കളറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ പേസ്റ്റും ഒരുമിച്ച് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ പേസ്റ്റ് ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി മസാലയും ചിക്കനും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. തക്കാളി അതുപോലെ തന്നെ അരച്ചെടുത്തതാണ്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് അരച്ചെടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മസാല അരച്ച മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മസാല അരച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഗ്രേവിയിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ മസാല ഒട്ടും വേസ്റ്റ് ആവാതെ നമുക്ക് മുഴുവനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വെള്ളം കൂടാതെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി വീണ്ടും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയുടെ അടച്ചു വെക്കാം. ഈ കറിയുടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ കറി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 30 മിനിറ്റ് സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്തോളും. അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 30 മിനിറ്റ് വേവിക്കുന്നതാവും നല്ലത്. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ കറി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറി നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഉണക്കമുളക് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല കളറാണ് ഈ കറിക്ക് വന്നിട്ടുള്ളത്. നല്ലൊരു ചുവന്ന കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് ഇതിലെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട്. ഗ്രേവി നിങ്ങൾക്ക് ഇത്ര കട്ടിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളം ചേർക്കുന്ന സമയത്ത് അതിലേക്കൊരു 1/2 കപ്പ് വരെ വെള്ളം കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കിട്ടും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഗ്രേവി ഇങ്ങനെ തിക്കായിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ കറി അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് വിളമ്പാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ചിക്കൻ വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ കറി കാണാൻ. നല്ല കളറൊക്കെ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു കറിയാണ്. അതുപോലെ നമ്മൾ വീട്ടിൽ അരച്ചുണ്ടാക്കുന്ന മസാല പേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇതിന്. കാരണം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും അല്ലല്ലോ ചേർക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ തന്നെ ചൂടാക്കിയിട്ട് അരച്ചെടുക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിക്കൻ വിന്താലു ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.